രേഖയിൽ ഞാനൊരു ഇന്റിമേറ്റ് സീൻസ് ചെയ്തിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഒരു സീൻ വരുമ്പം അത് ഇനി ചെയ്താൽ ശരിയാവില്ല എന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്ന അഹങ്കാരം കൊണ്ട് മാറ്റി വെച്ചതാന്നുള്ളതും കൂടെ എൻ്റെ മൈൻഡിലുണ്ട് ഇപ്പം ചിന്തിക്കുമ്പോൾ. വിൻസിയുടെ കഴിവ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി ഒരാൾ കയറുന്ന ഒരാളെന്നല്ല, ഞാൻ എല്ലാവരും പറയില്ല, ഞാൻ കയറിയൊരു പാത്താണ് ഓക്കെ അപ്പം എൻ്റെ കഴിവ് അടിപൊളിയാണ്, ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകളൊക്കെ അടിപൊളിയാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നു, എൻ്റെ സെലക്ഷൻ അടിപൊളിയാവുന്നത് അങ്ങനത്തെ സിനിമകൾ എനിക്ക് വരുന്നത്. ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു, എനിക്ക് കോൺട്രാക്ട് വേണം, എനിക്ക് ഇത്ര എമൗണ്ട് വേണം, അതിന് അവരും ഓക്കെ ആയിരുന്നു. പക്ഷേ അത് അരഗൻസ് ആയി മാറുന്നു. അതിൽ എൻ്റെ ഫോൾട്ടാണോ അവരുടെ ഫോൾട്ടാണോ, ഐ ഹാവ് നോ ഐഡിയ. ആൾക്കാർ വരാത്തത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല ഈ മൂവി. പക്ഷെ അറ്റ്ലീസ്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതിൽ നമ്മൾ എവിടെയോ ലാക്കായില്ലേ, അത് ചോദ്യം ചെയ്തപ്പം ഞാൻ അരഗന്റ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പം ഇത് എവിടെ എത്തിയില്ല അല്ലേ എന്ന് പറയുമ്പം പറയും, നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞിട്ടും അതിന്റെ റീച്ച് അധികം അങ്ങോട്ട് പോവാതിരുന്നപ്പോൾ എവിടെ എത്തിയില്ലല്ലോ, എത്തും എത്തും ഇനി എവിടെ എത്താൻ, എത്തും എത്തും എന്ന് പറഞ്ഞിട്ട് ഒരു മൊമെന്റിൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എത്തി. വിൻസി അലോഷ്യസ് ആണ് ക്യൂ സ്റ്റുഡിയോയിൽ. വിൻസി, സ്വാഗതം. താങ്ക് യു സോ മച്ച്. നമ്മൾ രേഖയുടെ സമയത്താണ് സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ അതിൻ്റെ തൊട്ട് പിന്നാലെ ഷൂട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ ആദ്യം വൈകിയാണെങ്കിലും രേഖയുടെ പെർഫോമൻസിൽ നേരിൽ അഭിനന്ദിക്കുന്നു. ഇപ്പം ഈ ക്യാൻ വി ഇമാജിൻ ആസ് എ ലൈറ്റ് എന്ന സിനിമ മിസ്സായതിനെ കുറിച്ചല്ല, അത് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് വിൻസി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. അത് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എന്താ അതിന് പിന്നിലുള്ള സ്റ്റോറി എന്ന് പറയുമ്പോൾ, രേഖ കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് വരുന്നൊരു ഓഫറായിരുന്നു. എങ്ങനെ പറഞ്ഞിരുന്നു, പയൽ പാടിയ പുള്ളിക്കാത്തിയുടെ ഒരു ഷോർട്ട് ഫിലിം ക്യാൻസൽ ഓൾറെഡി പോയിട്ടുണ്ട്, അപ്പം ഇതും ക്യാൻസലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മൂവിയാണെന്ന് ഓൾറെഡി നമ്മളോട് പറഞ്ഞിരുന്നു. ആദ്യം തന്നെ ആ സമയത്ത് ഞാൻ ഇപ്പം റീസെൻ്റ്ലി വരുന്ന കുറേ കാര്യങ്ങൾ അഹങ്കാരം കൊണ്ട് മാറ്റി വെച്ച സിനിമയാണെന്ന് പറയുന്നിടത്ത് ആ സ്റ്റേജിൽ എനിക്ക് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പം രേഖയിൽ ഞാനൊരു ഇന്റിമേറ്റ് സീൻസ് ചെയ്തിട്ടുണ്ട്. ഇതിലും അങ്ങനെ ഒരു സീൻ വരുമ്പം അത് ഇനി ചെയ്താൽ ശരിയാവില്ല എന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്ന അഹങ്കാരം കൊണ്ട് മാറ്റി വെച്ചതാന്നുള്ളതും കൂടെ എൻ്റെ മൈൻഡിലുണ്ട് ഇപ്പം ചിന്തിക്കുമ്പോൾ. സോ അത് രണ്ടുമാണ് അത് വേണ്ട എന്ന് വെക്കാനുള്ള കാരണങ്ങളുണ്ടായത്. പക്ഷേ ആഫ്റ്റർ സ്ക്രിപ്റ്റ് റീഡിംഗ് വായിച്ചിരുന്നു, പക്ഷെ അതിൽ ഇതുപോലെ ഞാൻ സിനിമ കണ്ടിട്ടില്ല. അതിൽ ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ഇന്റിമേറ്റ് സീൻസ് ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ സിനിമയ്ക്ക് വന്ന അപ്രീസിയേഷൻസും കാനിലെ റെക്കോർഡ്സും അവാർഡ്സ് ഒക്കെ മാറ്റി വെച്ചാൽ വിൻസിയുടെ തോട്ട് പ്രോസസ്സിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വലിയ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സമാന സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടർ പോർട്രയലിന് ഏതെങ്കിലും ഒരു സമാനത തോന്നാത്തത് ചെയ്യണം എന്ന ആഗ്രഹമായിരിക്കില്ല. ഒരു ഉൾവലിവുണ്ടായിരുന്നു, എനിക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. അത് ഓൾറെഡി പറഞ്ഞിരുന്നു ക്യാൻസലോട്ട് പോകാനുള്ളതാണ്. പക്ഷെ ആഫ്റ്റർ എ ലോങ് ടൈം പോകുമ്പം നമ്മൾ ഒബ്വിയസ്ലി അതൊരു ഭയങ്കര റീച്ചിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഒബ്വിയസ്ലി ഒരു മനുഷ്യന്റെ റിഗ്രറ്റ് എല്ലാം ഇങ്ങനെ ചിന്തിച്ചൂടെ, നമ്മുടെ കയ്യിൽ വന്നൊരു സാധനം ഞാൻ എന്ത് കാരണം കൊണ്ടോ ആ സമയത്ത് എനിക്കത് റൈറ്റ് ചോയ്സ് ആയിരുന്നു, വേണ്ടാന്ന് വെക്കാന്നുള്ളത് എൻ്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു. പക്ഷെ അത് ഇപ്പം എത്തി നിൽക്കുന്നത് മേ ബി എൻ്റെ ലാക്ക് കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അതായത് ഇപ്പം അവസരങ്ങൾ കുറയുന്നത് കൊണ്ടോ എൻ്റെ ലാക്ക് കൊണ്ടായിരിക്കും എനിക്കിപ്പം റിക്കലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതാണോ ആയിരിക്കാം. അപ്പൊ അന്നത്തെ ശരി ഇപ്പം അത് എത്തുന്ന ലെവലിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇന്ത്യ അല്ലെങ്കിൽ ഒരു സിനിമയെ തന്നെ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ എത്തി നിൽക്കുമ്പോൾ വാട്ട് ഇഫ് ഞാൻ സെലക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നലൊരു മനുഷ്യനെന്ന നിലയ്ക്ക് എൻ്റെ ഉള്ളിലുണ്ട്. അല്ല, ഉറപ്പായും എനിക്ക് തോന്നുന്നത് എല്ലാ ആക്ടേഴ്സും എല്ലാ കാലത്തും അവർ നഷ്ടപ്പെടുത്തിയ സിനിമകളെ കുറിച്ചും ആ നഷ്ടപ്പെടുത്തിയ സിനിമകൾ ചിലപ്പോൾ നിരാശയുണ്ടാക്കാം, ചിലപ്പോൾ നേരെ തിരിച്ച് ഓക്കെ അത് നന്നായി പോയി തോന്നാം. ഈ രണ്ടു തരം തോട്ട് ഷെയർ ചെയ്യാറുണ്ട്. നിരാശപ്പെടുത്തുന്ന സമയത്ത് ചിലപ്പോൾ സിനിമയുടെ നെയിം ഡ്രോപ്പ് ചെയ്യും, മറ്റേത് പേര് പറയാതെ എനിക്ക് ഒരു സിനിമ വന്നിരുന്നു എന്നായിരിക്കും ചിലപ്പോൾ പറയാൻ സാധ്യതയുള്ളത്. ഇത് ഈ സിനിമ കാണാൻ പറ്റിയിരുന്നു അല്ലെങ്കിൽ കാണാൻ ശ്രമിച്ചിരുന്നു? ഇല്ല,
കാണാൻ എനിക്ക് അങ്ങനെ ഒരു ധൈര്യം വരാതെ ഞാൻ കാണില്ല. കാരണം ഇനി അത് കണ്ടിട്ടും കൂടെ അയ്യോ സോ യെസ്, അങ്ങനെ ഒരു ഇഷ്ടംപോലെ അവസരങ്ങൾ എൻ്റെ കൈവെള്ളത് പോയിട്ടുണ്ട്. സോ അതിലൊക്കെ എവിടെയൊക്കെയോ എൻ്റെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ചില സമയത്ത്. പക്ഷെ വേറെ കാര്യമുണ്ടല്ലോ, വിൻസി ഇപ്പോൾ നായകൻ എന്ന് പറയുന്ന ഷോയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഷോയുടെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കേരളത്തിൽ നല്ലൊരു ശതമാനം ടെലിവിഷനിലൂടെയും ഡിജിറ്റൽ സ്പേസിലൂടെയും വലിയൊരു ശതമാനം ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വിൻസി അലോഷ്യസ് ആരാണെന്നും അവരുടെ ഒരു പെർഫോമൻസിൻ്റെ റേഞ്ചിനെ കുറിച്ചൊരു പ്രാഥമിക ധാരണ, ഇപ്പോൾ ഒരു ഓഡിഷൻ ഇല്ലാതെ തന്നെ ഒരു പ്രാഥമിക ധാരണ ആളുകൾക്ക് കിട്ടുകയാണല്ലോ. നോക്കൂ, ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, ഇമോഷണൽ സീക്വൻസ് ഇങ്ങനെ അവർക്ക് പെർഫോം ചെയ്യാം, നോക്കൂ ഫണ്ണ് ഈ ടൈമിങ്ങിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഓൾറെഡി അങ്ങനെ അതൊരു എന്താ പറയുക, ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നിടത്തു നിന്നാണല്ലോ പിന്നീടുള്ള സിനിമ വരുന്നത്. സെലക്ഷൻ സ്വാഭാവികമായിട്ട് അതിൽ തെറ്റിപ്പോകാം, ശരിയായി പോകാം. ഈ പറയുന്ന ഒരു മിക്സഡ് സംഗതി സ്വാഭാവികമല്ലേ. ഇപ്പം സിനിമ ആഫ്റ്റർ പ്രോസസ് ആണല്ലോ ഇത് നല്ലതാവോ ചീത്തയാവോ എന്ന് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ സെലക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സിനിമ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ? സത്യം പറയുകയാണെങ്കിൽ ഇപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു ഘട്ടത്തിൽ നമ്മുടെ ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാവുമ്പം, നമ്മൾ ചെയ്യുന്നതൊക്കെ അടിപൊളിയായി വരുമ്പം അത് രേഖ വരെ എത്തി അതൊന്നും എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും എല്ലാം വിൻസിയുടെ സെലക്ഷൻ അടിപൊളിയാണ് ഇത് പറഞ്ഞു കൊടുത്തെന്ന് ഇപ്പൊ റിവേഴ്സും വരുന്നുണ്ട്, സെലക്ഷൻ മോശമാവുന്നുണ്ടോ എന്നും വരുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, എനിക്ക് വേറെ ആരും അനലൈസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ നടക്കുന്നത് മാത്രമേ എനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഒരു പോയിന്റിൽ എല്ലാവരും അത് അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ വിൻസിയുടെ കഴിവ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കലി ഒരാൾ കയറുന്ന ഒരാളെന്നല്ല, ഞാൻ എല്ലാവരും പറയില്ല, ഞാൻ കയറിയൊരു പാത്താണ് ഓക്കെ, അപ്പം എൻ്റെ കഴിവ് അടിപൊളിയാണ്, ഞാൻ സെലക്ട് ചെയ്യുന്ന സിനിമകളൊക്കെ അടിപൊളിയാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു ട്രൂത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഞാൻ ചൂസ് ചെയ്യുന്നു, എൻ്റെ സെലക്ഷൻ അടിപൊളിയാവുന്നത് അങ്ങനത്തെ സിനിമകൾ എനിക്ക് വരുന്നത്. വാട്ട് ഇഫ് അത് വന്നില്ലെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പോലും ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ടെത്തും. അപ്പോൾ അതാണ് ഒരു വലിയൊരു പാർട്ട് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. അഹങ്കരിച്ചിരുന്ന ഒരു സമയമുണ്ട്, മൈ ചോയ്സ് ഇസ് റൈറ്റ് എന്നുള്ളത്. നോ, അതിനങ്ങനെ ഒരു സെലക്ട് ചെയ്യാൻ കുറേ സാധനങ്ങൾ വന്നത് കൊണ്ടാണ് ഞാൻ അവിടെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ എൻ്റെ സെലക്ഷൻ അടിപൊളിയാവില്ല, ഒന്നും അടിപൊളി. ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ചൂസ് ചെയ്യാൻ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഒരു ഓപ്ഷനിലാണ്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പം സിനിമയിൽ 2-3 വർഷം കഴിയുന്ന ഒരാൾ എന്ന് പറയുന്ന സമയത്ത് അവരൊരു ടാലൻ്റ് ആണ്, അതിൻ്റെ ടാലൻറ്റ് സെൽഫായിട്ട് തന്നെ അവർ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഏതൊക്കെ സിനിമ ചെയ്യണം. ഇപ്പം ഇതേ സീറ്റിൽ നിന്നിട്ട് അന്നാബെൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ തന്നെ ഇരുന്ന് ഞാൻ സംസാരിച്ചപ്പോൾ അന്നാബെൻ പറയുന്നുണ്ടായിരുന്നു. അന്നാബെൻ ഇപ്പോൾ ഈ സെലക്ഷൻ പ്രോസസ്സ് എന്നുള്ളത് ഒരു നല്ല സിനിമ കണ്ടിട്ട് ഒരു ഫിലിം മേക്കറെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണോ, അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ? ഇപ്പം സുരാജ് റിപ്പീറ്റഡ്ലി പറയുന്നതാണ്, ചാൻസ് ചോദിക്കുക എന്നുള്ളത് എന്നിലെ ആക്ടർക്ക് കൂടുതൽ റോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതിലൊരു എന്തെങ്കിലും പ്രശ്നം കാണുന്നില്ല എന്നുള്ളത്. എങ്ങനെ വിൻസിയുടെ ഒരു അപ്രോച്ച് എന്താ? ആഫ്റ്റർ ഇപ്പം നായകൻ വിൻസി ആണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം പേർക്ക് അറിയാം, ഇൻഡസ്ട്രി പേഴ്സൺസിനെ അറിയാം, പരിചയപ്പെടുത്തേണ്ട പ്രശ്നമില്ല സിനിമയുടെ പേര് പറഞ്ഞിട്ട്. രേഖ കൂടി കഴിയുന്ന സമയത്ത് കുറെ കൂടി ആളുകൾക്ക് അറിയാം പെർഫോമൻസിന്റെ കാര്യത്തിൽ. വിൻസിയുടെ ഒരു അപ്രോച്ച് എന്താ ഒരു സിനിമയുടെ കാര്യത്തിൽ? എനിക്ക് എല്ലാവരോടും അങ്ങനെ ചാൻസ് ചോദിക്കാനുള്ളൊരു ഒരു ധൈര്യം എന്ന് പറയാം, അതിപ്പോൾ എനിക്കില്ല. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ട് ചോദിച്ചാൽ ഒന്ന് പരിഗണിക്കും, അല്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കൺസിഡർ ചെയ്യും. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയുന്നത് നമ്മളിപ്പോൾ ന്യൂ ഫേസിനെയാണ് നോക്കുന്നത് എന്ന് കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ കേട്ട് വരുമ്പോഴത്തേക്കിനും ഓക്കെ, ഇനി ചോദിക്കണം, വേണ്ട, ചോദിക്കാൻ ധൈര്യമുള്ള അത്രയും എനിക്ക് മുന്നേ അവസരങ്ങൾ തന്നിട്ടുള്ളവരോട് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. റീസെന്റ് ഡിജോ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഡിജോ ചേട്ടാ, ഒരു കുറെ ക്യാരക്ടേഴ്സ് കിട്ടിയതിലും ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ, എനിക്ക് ആദ്യമായി ഭയങ്കര സ്ലോ BGM ഒക്കെ തന്ന, അതെ, ആ ഒരു ജനഗണമന വിളി, അതും ആ സമയത്ത് ഞാൻ ഒന്നുമല്ല, ആ സമയത്ത് എനിക്ക് കണ്ടറിഞ്ഞ് തന്ന ഒരാളാണ് ഡിജോ ചേട്ടൻ. അപ്പൊ ഡിജോ ചേട്ടനോട് എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എവിടേക്കോ ഉണ്ട്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ജനഗണമനയുടെ DOP സുദീപും അതുപോലെ ഡിജോ ചേട്ടനൊക്കെ വേറെ ഏതോ സ്ഥലത്ത് ഷൂട്ടിലായിരുന്നു, നിവിൻ ചേട്ടൻ്റെ പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു തോന്നുന്നു. അപ്പം ആ സമയത്ത് ആണിത് പ്രഖ്യാപിക്കുന്നത്. അപ്പം അവര് ഭയങ്കര അപ്പം അങ്ങനെ സ്പേസ് ഉള്ള സമയത്ത് എനിക്ക് ചോദിക്കാൻ പാടില്ല. തന്നില്ലെങ്കിൽ ഞാൻ ഡിജോ ചേട്ടനോട് പറഞ്ഞു, എന്നെ വെച്ച് റിസ്ക് ഒന്നും എടുക്കരുത്, എനിക്കത്
നമുക്ക് അത്രയ്ക്ക് മാർക്കറ്റ് ഇല്ല എന്നുള്ളതും നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റിയാലിറ്റി ഒക്കെ എനിക്കറിയാം. അപ്പം റിസ്ക് എടുക്കാനൊന്നും ഞാൻ ആരോടും പറയില്ല. പക്ഷേ ഇഫ് കഴിഞ്ഞ പ്രാവശ്യം ജനഗണമനയിൽ എടുത്ത റിസ്ക് എടുക്കാൻ ഒരാൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് തരണം എന്ന് ആ ഒരു ധൈര്യമുണ്ട് എനിക്ക് ചോദിക്കാൻ. എല്ലാവരോടും ചോദിക്കാനുള്ള ധൈര്യമില്ല. എന്നെ എങ്ങനെയാ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം എത്ര ടാലന്റ് പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും പല ഇമേജ് ആയിരിക്കും നമ്മളെ പറ്റിയിട്ട്. അപ്പൊ ചിലർക്ക് ചോദിക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ തരാനൊരു പലരും ടാലന്റ് മാത്രം പോരാ സർവൈവ് ചെയ്യാൻ എന്നുള്ളൊരു തോട്ട് എന്നിലുണ്ട്. മേ ബി അത് ഇൻസെക്യൂരിറ്റി ആയിരിക്കാം. സോ അറിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ഒരു ഫ്രീ ആയിട്ട് ചോദിക്കാനുള്ളൊരു മടിയുണ്ട്. എനിക്കറിയില്ല. 2-3 രീതിയിൽ ആളുകൾ പറയും. ചിലപ്പോൾ ഇപ്പോൾ ഒരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ പെർഫോമൻസിന് കിട്ടിക്കഴിഞ്ഞാൽ സെയിം ഇതേ സീറ്റിൽ സുരഭി പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബാധ്യതയുണ്ട്. ഈ റോളിന് ഇവരെ വിളിച്ചാൽ അവർക്ക് ഈ അവാർഡിൻ്റെ വലിപ്പം ഉള്ളത് കൊണ്ട് അവർ വേറെ ഏതെങ്കിലും രീതിയിൽ കരുതുമോ എന്നുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ലെങ്ത്ത്, അങ്ങനെ ചിലപ്പോൾ ഗംഭീര റോളായിരിക്കാം, പക്ഷെ അതിൽ ലെങ്ത്ത് ഒരു കൈൻഡ് ഓഫ് എക്സ്റ്റെൻഡഡ് ക്യാമിയോ പോലത്തെ ഒരു റോളാക്കാണ് വിളിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം രേഖയിലൂടെ കിട്ടിയ അവാർഡ് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ആളുകൾക്ക് ഒരു മുൻവിധി ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാ, എങ്ങനെയാ നമ്മളിങ്ങനെ ചെറിയ ക്യാരക്ടേഴ്സിലോട്ട് ചെയ്യിപ്പിക്കുക, വിൻസിയുടെ ലൈനപ്പിലുള്ള മൂവീസൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ലൈക്ക് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് വന്നതെന്നുള്ളത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എവിടെയൊക്കെയോ ഒരു അഹങ്കാരത്തിൻ്റെ ചെറിയ ചൊയ എന്നിൽ വന്നിട്ടുണ്ടെന്നുള്ളതും എനിക്ക് നല്ല ബോധ്യത്തോടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ എന്താ പറയുക, ഞാനിപ്പോഴും ഒരു ഓപ്പൺ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ സൂത്രവാക്യം എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സിനിമ ചെയ്തു. അതിൽ ക്യാരക്ടർ റോളാണ്, ഭയങ്കര പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതുമല്ല, പക്ഷെ പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ലീഡ് ക്യാരക്ടറുമാണ്. ക്യാരക്ടർ റോൾസിനോട് തിരിച്ചു പോകാൻ എനിക്കൊരു മടിയില്ല, കാരണം ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരൊറ്റ കാര്യമുള്ളത്, ആ ക്യാരക്ടർ എവിടെയെങ്കിലും ഒരു നമുക്ക് ചെയ്യുമ്പോൾ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം എന്ന് മാത്രമുള്ളൊരു. എനിക്കത് വിൻസി എല്ലാ കാലത്തും പറയുന്നത് പെർഫോമൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് ഒറ്റ ദിവസത്തെ റോളാണെങ്കിലും ഒരു മാസത്തെ റോളാണെങ്കിലും അല്ലേ. നമ്മുടെ സൗദി വെള്ളക്കയിൽ ഒരു ഒറ്റ ദിവസം ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ ചെയ്തതിൽ എവിടെയോ എനിക്ക് ഓക്കെ. പിന്നെ അതിന്റെ ടോട്ടാലിറ്റിയിൽ ഈ പറഞ്ഞ ലുക്മാനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഉണ്ട്, ടോട്ടൽ ട്രാവലിലെ ക്യാരക്ടർ വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ്. അല്ലാതെ ഒരു പ്രാതിപ്പം കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ എനിക്ക് ഭീമന്റെ വഴി നോക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ലെങ്തിലല്ലോ ക്യാരക്ടർ നിൽക്കുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടം. എനിക്ക് ഭയങ്കര സുഖകരമാണ്. നമ്മള് ചോദിച്ച പൈസ കിട്ടും, അധികം പണിയെടുക്കണ്ട. പക്ഷെ ഒരു മൂവി സക്സസ് ആകുമ്പോൾ നമ്മളെ ഓർക്കും, നമ്മളുടെ ക്യാരക്ടർ ഓർക്കും. അങ്ങനത്തെ ചെയ്യാൻ ഇപ്പോഴും എനിക്ക്. പിന്നെ ഞാൻ അഹങ്കാരം ഒരു പക്ഷെ വിൻസിയുടെ മനസ്സിൽ നിന്ന് പറയുന്ന ഒരു സംഗതിയാണല്ലോ. പുറമേക്ക് വിൻസിക്ക് അത് ഒരു ഏതെങ്കിലും ഒരു പ്രകടന പരിധിയിലോ വേറെ ഏതെങ്കിലും സംഗതിയിലോ കമ്മ്യൂണിക്കേഷനിലോ ഒരു അഹങ്കാരത്തിന്റെ ചൊവ്വയിൽ സംസാരിക്കുന്ന ആളോ സംസാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. പക്ഷെ നേരെ തിരിച്ച് വിൻസി ചിലപ്പോൾ ഇതൊരു അഹങ്കാരമായി പോയോ, ഞാൻ ഇത് കുറച്ചുകൂടി ഒരു പക്ഷേ ഒരു സൂപ്പർ സെലക്റ്റീവ് എന്നൊക്കെയുള്ള വാക്കിനെ ആയിരിക്കുമോ വിൻസി അഹങ്കാരം എന്ന് പറയുന്നത്? ആയിരിക്കാം. നമുക്ക് കുറച്ചും കൂടിയും ഈ ഒരു സ്റ്റേജ് ഞാൻ മനസ്സിലാക്കുന്നത് അവാർഡ് കിട്ടിയതിന് ശേഷമാണ്. ഞാൻ അവാർഡിന് ഒരിക്കലും കുറ്റം പറയില്ല. എനിക്ക് ഏറ്റവും കിട്ടിയ അംഗീകാരമാണ് ആ ഒരു അവാർഡ്. പക്ഷെ അതിനുശേഷം നമുക്ക് ഉണ്ടായിരുന്ന, അതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന കുറച്ച് ലാക്കുകൾ ഉണ്ടാവും. അതൊക്കെ നികത്താൻ കിട്ടിയ ഒരു അവസരം എന്ന് എനിക്ക് എവിടെയോ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം, അല്ലെങ്കിൽ നമ്മുടെ പേയ്മെന്റിന്റെ കേസിൽ കുറച്ചൊക്കെ ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അത് ചിലപ്പം പലർക്കും അത് അരഗൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ വിൻസിയുടെ കാര്യത്തിൽ വിൻസി എന്ന് പറയുന്ന ആക്ടറിനെയാണ് അവർ ഇത് ചെയ്യുന്നത്. അതിലൊരു കൃത്യമായ കോൺട്രാക്ട് വേണ്ട. ഞാൻ ഇതൊരു തൊഴിൽ എന്നുള്ള സംഗതിയിൽ വരുമ്പോൾ ഈ പറയുന്ന അവിടെ സ്ട്രിക്റ്റ് ആയതാണോ പ്രശ്നം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഞാൻ സ്ട്രിക്റ്റ് ആയിരുന്നു, എനിക്ക് കോൺട്രാക്ട് വേണം, എനിക്ക് ഇത്ര എമൗണ്ട് വേണം, അതിന് അവരും ഓക്കെ ആയിരുന്നു. പക്ഷേ അത് അരഗൻസ് ആയി മാറുന്നു. അതിൽ എൻ്റെ ഫോൾട്ടാണോ അവരുടെ ഫോൾട്ടാണോ, ഐ ഹാവ് നോ ഐഡിയ. ഞാൻ അതിൽ കൺഫ്യൂസ്ഡ് ആണ്. എനിക്ക് എങ്ങനെ നിൽക്കണം, അപ്പം ഈ ഫീൽഡിൽ എങ്ങനെ നിൽക്കണം. എല്ലാവരും അങ്ങനെയെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. എൻ്റെ ഭാഗത്താണോ ശരി, അതെൻ്റെ അഹങ്കാരമാണോ? അപ്പം ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ്,
അല്ല ഞാൻ പറഞ്ഞത് പലപ്പോഴും അങ്ങനെ ഒരു ഒരു സെൽഫ് റിയലൈസേഷൻ പോലെ അങ്ങനെ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അത് ഒരു പക്ഷെ പുറത്ത് നിന്ന് വിൻസിയിലേക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ട് കൂടിയുണ്ടോ? ഞാൻ പറയുന്നത് വിൻസിയൊക്കെ ഇപ്പോൾ വിളിച്ചാൽ കിട്ടുന്ന അവസ്ഥയിൽ ഇപ്പോൾ അവരൊരു അഹങ്കാരത്തിലായിപ്പോയി അവാർഡിന് ശേഷം, അല്ലെങ്കിൽ അവർ ഒരു ആക്സസിബിൾ അല്ല എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വന്ന കൂടി ആ ഫീഡ്ബാക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണോ വിൻസി പറയുന്നത്? അതായത് ഞാൻ പറയാം, ഡെഫിനറ്റ്ലി എനിക്ക് ആരുടെയും പേരെടുത്ത് പറയാനോ ഒന്നും താല്പര്യമില്ല. അത് കൂടുതൽ കോൺട്രവേഴ്സി ആയിരിക്കും, അനാവശ്യ കോൺട്രവേഴ്സിലോട്ട് പോകില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. രേഖ സിനിമ ഇറങ്ങിയ സമയത്ത് ആസ് എൻ ആക്ടർ അത്രയും സ്ട്രഗിൾ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഒരു ആക്ടറിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഷോൾഡർ ചെയ്യുന്ന ഒരു സിനിമ രേഖ, ആൻഡ് അതിന് അത്രയും സ്ട്രെയിൻ, മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെയിൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ എത്തുമ്പോൾ അതിന് വേണ്ടൊരു ഇപ്പം ഡെഫിനറ്റ്ലി അത് ചൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. സോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പ്രതീക്ഷ തന്നിട്ടും ഉണ്ടായിരുന്നു ഫ്രം നമ്മുടെ മൂവിയുടെ അതോറിറ്റീസിൽ നിന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇറ്റ് വിൽ റീച്ച് ദ റൈറ്റ് പ്ലേസ്, നോ വറീസ് അബൌട്ട് ദാറ്റ്. ആൻഡ് വിൻസി എന്നൊരു ആർട്ടിസ്റ്റിന് എന്താ പറയുക, എത്തിച്ചേരാൻ പറ്റുന്ന നമുക്കൊരു ഗോൾസും കാര്യങ്ങളും എത്താൻ പറ്റുന്നൊരു ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും രേഖ എന്ന് പറഞ്ഞിട്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് അത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഹോപ്പ് വലുതായിരിക്കും, അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കുകളിൽ ഉണ്ടാവുന്ന ഫെയ്ത്ത്, ആ ട്രസ്റ്റ് ഹ്യൂജ് ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഞാനും ഡബ്ബിങ്ങിൻ്റെ സമയത്ത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഞാൻ ആ രേഖ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇറ്റ് വിൽ റീച്ച് ദ റൈറ്റ് പ്ലേസ് എന്നുള്ളതുണ്ട്. പക്ഷെ ആഫ്റ്റർ റിലീസ് എവിടെയും എത്തുന്നില്ല. ഇപ്പം മനീഷേട്ടൻ വന്നു, ആ സിനിമ കണ്ട് എനിക്ക് കിട്ടിയ ഒരു പ്രിവ്യൂവിൽ കിട്ടിയ ഒരു അപ്രിസിയേഷൻ ഉണ്ട്. ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണുന്നത്, ഞാൻ എടുക്കുന്ന റിസ്ക് അവർക്ക് എത്രത്തോളം ഉൾവലിയും എന്നുള്ളത് എനിക്കറിയാം, അവരുടെ കൂടെ ഇരുന്ന് കാണുവാൻ. സോ പല രീതിയിൽ ഞാൻ ആ റിസ്ക് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ റിസ്ക്, സിനിമ ഇസ് ഓൾവേസ് റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് എടുക്കുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന പ്രതീക്ഷകളും അപ്രിസിയേഷൻ, കഴിഞ്ഞു പോകുമ്പം തരുന്ന അപ്രിസിയേഷനും, പിന്നെ ഫ്രം ദ സെക്കൻഡ് ഡേ ഓൺവേർഡ്സ് ഞാൻ കാണുന്ന തിയേറ്ററിൽ ആരും ഇല്ല. അപ്പം ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും പറ്റിയ ഒരു മൂവി അല്ല. ഒരു മാസ് കമേഴ്സ്യൽ ഫോർമുല സ്വഭാവത്തിലുള്ള ഒരു പടത്തിനല്ലാതെ ഇങ്ങനെ ഒരു പാക്ഡ് ഓഡിയൻസ് കുറവാണ്. ഇരട്ട സമയത്താണ് ഇറങ്ങി, അതിനും കുറവായിരുന്നു. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എവിടെയോ എൻ്റെ ഫീലിംഗ് ആണ്, എവിടെയോ ഞാൻ അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ടു ദ മൂവി അതോറിറ്റീസ്, എന്തുകൊണ്ട് ഒരു ഫ്ലെക്സ് പോലും. അതെ, അത് ശരിയാണ്. കാരണം ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആ സിനിമയുടെ ഒരു വിതരണ സ്വഭാവം ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ലാക്ക് ഉണ്ടായിരുന്നു. അതെ, നമുക്കും കാണായിരുന്നു. കാരണം അതൊരു കൈൻഡ് ഓഫ് ഓഫ് ബീറ്റ് സിനിമ എവിടെയൊക്കെ വന്ന് കുറച്ച് സെന്റേഴ്സിൽ വന്നു പോയ പോലെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു ബഡ്ഡിങ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചത്, ഞാൻ ചുമ്മാ ഒന്നും ചിന്തിക്കത്തില്ല. എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ആ വാക്ക് എവിടെ പാലിക്കുന്ന കാണാനില്ലല്ലോ എന്നുള്ളത്. നമ്മളെ ആസ് എൻ ആക്ടർ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. അപ്പൊ അതൊന്നും കാണാനില്ലാണ്ടാവുമ്പോൾ ഒരു നിരാശയും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും. എൻ്റെ മൂവി ടീംസിന് എല്ലാവരും ഒന്നടങ്കം ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് ആൾക്കാർ വരാത്തത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആയിരിക്കില്ല ഈ മൂവി. പക്ഷെ അറ്റ്ലീസ്റ്റ് ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതിൽ നമ്മൾ ലാക്ക് ആയില്ലേ? അത് ചോദ്യം ചെയ്തപ്പം ഞാൻ അരഗന്റ്, അവിടുന്ന് തുടങ്ങുന്നേ, എന്റെ അരഗൻസ് അവിടുന്ന് തുടങ്ങുന്നേ. ഞാൻ അഹങ്കാരിയായി. സ്റ്റിൽ ഞാൻ എവിടേക്കോ ഒരു കമന്റ് വായിച്ചിട്ടുണ്ട്, രേഖയുടെ സമയത്താണ് അഹങ്കാരം കേറുന്നത്, എന്തും ബോളിവുഡിലെ ശ്രീദേവി വിചാരം. അങ്ങനെ കുറെ സ്വാഭാവികമായിട്ട് നമ്മൾക്കിപ്പോൾ അറിയാം, മലയാളത്തിലൊരു മെയിൽ ലീഡിൻ്റെ ഒരു ടയർ 2, 3 ഒക്കെ ഉള്ള ഒരു മെയിൽ ലീഡ് പടത്തിന് കിട്ടുന്ന ഒരു മാസീവ് കളക്ഷനോ ഇനീഷ്യൽ ബോക്സ് ഓഫീസ് ഇതൊന്നും ഒരു ഫീമെയിൽ ലീഡായിട്ടുള്ള ക്യാരക്ടറിന് കിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ അങ്ങനെ ഒരു ഫണ്ണും സംഗതി. ഇപ്പം ജയഹേ എന്ന് പറയുന്ന സിനിമയുടെയൊക്കെ ഒരു പാക്കേജിൽ ഒരു തിയേറ്ററിക്കൽ ഡിസൈനുള്ള വേറൊരു, അതായത് ആളുകളെ ആദ്യത്തെ ദിവസം കയറ്റാവുന്ന മറ്റ് ഫോമിലേക്കുള്ള സിനിമയ്ക്ക് അത് സാധിക്കാറുണ്ട്. ഇപ്പുറത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വർഷം നമ്മൾ 200 സിനിമ പറയുന്നിടത്ത് വളരെ കുറഞ്ഞ സിനിമയുള്ള ഒരു ഫെമിനിൻ നെറേറ്റീവിൽ വരുന്നത്, ഒരു സ്ത്രീയുടെ ആംഗിളിൽ നിന്ന് വരുന്നത്, അതിൽ തന്നെ സ്ത്രീ പ്രധാനം എന്ന് പറയുന്നത്, സ്ത്രീപക്ഷം എന്നുള്ള ഒരു സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകൾ തന്നെ കുറവുമാണ്. അപ്പം അത് തന്നെ തിയേറ്റർ വലിയ ആക്സെപ്റ്റൻസ് കിട്ടുന്ന സംഗതിയല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ഈ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമ ചെയ്തവരുടെ സൈഡിൽ നിന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവിക നിരാശയാണല്ലോ.
പക്ഷെ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയോ അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ പറയില്ലേ നന്നായി പ്രതികരിക്കുന്ന ആള് എപ്പോഴും മറ്റൊരു നെഗറ്റീവ് റിയാക്ഷനിലൂടെ തളർത്തുക എന്ന് പറയുന്ന സംഗതി കൂടി ആയിരിക്കില്ല വലിയ വർക്കായിട്ടുണ്ടാവുക. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ സമയത്ത് അവർ എൻ്റെ ഞാൻ പറഞ്ഞില്ല മൂവിയുടെ എല്ലാ ടീമിനും ഞാൻ ബ്ലെയിമിംഗ് എന്നല്ല, എനിക്കൊരു തരം എന്തുകൊണ്ടാ നിങ്ങൾ ഉത്തരം താന്നുള്ളൊരു മൂഡായിരുന്നു. ആൻഡ് ആഫ്റ്റർ എ ലോങ് ടൈം അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറേ സമയമെടുത്തു അതിനൊന്നൊരു എല്ലാവരോടൊന്ന് നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ കുറേ സമയമെടുത്തു. ആൻഡ് ആഫ്റ്റർ ഞാൻ ചോദിച്ചറിയുമ്പം അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, ഈ സിനിമ വർക്കാവൂ, അവർ പ്രൊഡ്യൂസേഴ്സ് ദേ നോ ഈ സിനിമ വർക്കാവൂ, ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ റിലീസ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കിനും വർക്കാവോ ഇല്ലേ എന്നുള്ളത് അവർക്കൊരു ഐഡിയോളജി ഉണ്ട്. അതിനുള്ള ബെയർ മിനിമം എന്താ പറയുക പ്രൊമോഷനാണ് അവർ കൊടുത്തിട്ടുള്ളത്. അവർ കൊടുത്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, ത്രൂ ഓൺലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഫൈനലി ഐ ഗോട്ട് ദ ആൻസർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇപ്പം എനിക്ക് അവർ ചെയ്ത ബെസ്റ്റ് തിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നെറ്റ്ഫ്ലിക്സിന് അത് സെൽ ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് കിട്ടിയ ഇപ്പം നമ്മൾ തിയേറ്ററിൽ വർക്കായില്ല എന്നുണ്ടെങ്കിലും OTT-ൽ അത് തന്ന സ്വീകാര്യത വലുതായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ചെറിഷ് ചെയ്യാൻ പറ്റിയൊരു മൊമെൻ്റാണ് ഇതിന് അവാർഡ് കിട്ടിയെന്ന് പറയുന്നത്. കാരണം ഞാൻ ഡയറക്ടർ ജിതിനോട് ആഫ്റ്റർ റിലീസിന് ശേഷം ഒത്തിരി കാലങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ സംസാരിക്കുമ്പം ഇതെവിടെ എത്തിയില്ല അല്ലേ എന്ന് പറയുമ്പം പറയും, നെറ്റ്ഫ്ലിക്സിൽ കഴിഞ്ഞിട്ടും അതിൻ്റെ റീച്ച് അധികം അങ്ങോട്ട് പോവാതിരുന്നപ്പോൾ എവിടെ എത്തിയില്ലല്ലോ, എത്തും ഇനി എവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഒരു മൊമെന്റിൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എത്തിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഉള്ളിലെ ഒരു എന്താ പറയാ ഒരു ഫൈറ്റ് ആയിരുന്നു. എനിക്ക് കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഫിലിം ഫീൽഡിലുള്ള ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് ഈ മൂവി കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞു വി ആർ വിത്ത് യു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പാർവതി ചേച്ചി, അന്നാഥൻ, എല്ലാവരും കുറേ പേര്, അഷ്കബു, റിമ ചേച്ചി, എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവർ എത്തേണ്ടടുത്ത് എത്തും എന്ന് പറഞ്ഞ് ഞാൻ പാർവതി ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ രേഖ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ത്രൂ ഇൻസ്റ്റ ഉണ്ടായപ്പം ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഡോണ്ട് വറി എന്നുള്ള രീതിയിൽ പാർവതി ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫൈറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഫൈറ്റ് എത്തും, നമ്മളെല്ലാവരും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് അത് ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ കിട്ടിയപ്പോഴാണ് ഓക്കെ, അപ്പം നമ്മളിൽ ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് ആയിരുന്നു. അത് ഞാൻ പറയാം, അത് അഹങ്കാരം അരഗൻസ് ആര് വിളിച്ചാലും ഒരു ആക്ടറിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. എത്തേണ്ടടുത്ത് എത്തിക്കാം, നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തൊരു സിനിമയല്ലേ. അല്ല, പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ അപൂർവമായിട്ടാണല്ലോ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് പേർക്ക്, അതായത് വേറെ തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത്ര അവസരം കിട്ടാറില്ല. ഇതുപോലൊരു സിനിമ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു സ്റ്റാർട്ട് ടു എൻഡ് അങ്ങനെ തന്നെയാണല്ലോ. രേഖയുടെ ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖയുടെ ക്യാരക്ടർ തന്നെ എന്തോരം ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. രേഖയെ ആദ്യം കാണിക്കുന്ന സമയത്ത് അതിലൊരു ഫൺ സ്വഭാവത്തിലുള്ള ഒരാളായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു റൊമാൻറ്റിക് സ്പേസിലേക്ക് വരുന്നുണ്ട്, റിവെഞ്ച് വരുന്നുണ്ട്, ഒരു പേ ഓഫ് വരുന്നുണ്ട്, ഒരു ആക്ഷൻ ഡ്രിവൺ ആയിട്ടുള്ള സീക്വൻസിലേക്ക് കാണിക്കുന്നത്. ഒരു 5-6 സിനിമയിൽ ഒരു പക്ഷേ വിൻസിക്ക് ചെയ്യേണ്ടിയിരുന്നത് ഒരൊറ്റ സിനിമയിൽ അതെ കിട്ടിയൊരു ആ രീതിയിലുള്ളൊരു ഭാഗ്യം കൂടി ആ സിനിമയുടെ പുറത്തുണ്ടല്ലോ. ഭാഗ്യം എന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ, ഒരു രേഖ കഴിയുന്നവരെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് ഭയങ്കര ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. പലയിടത്തും പല ക്യാരക്ടേഴ്സ് കിട്ടി. എനിക്ക് സിനിമയിലോട്ട് എങ്ങനെ കയറും, ഒരു ആക്ടർ എങ്ങനെ ആവും എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ഞാൻ ആർക്കിടെക്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സിനിമ ആവണം. എനിക്ക് വേറെ ആർക്കിടെക്ചർ കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക, കുട്ടികളാവും, ഇതെല്ലാം എനിക്ക് വേണ്ടേ. എനിക്ക് വേറൊരു ഇതാണ്, എനിക്ക് സിനിമയാണ്, എനിക്ക് സിനിമ ഒരു നടിയാവണം എന്നുള്ളൊരു വരുമ്പോഴാണ് ഈ നായകൻ വരുന്നത്. അവിടുന്ന് ഫ്രം ദ ജേർണി സ്റ്റാർട്ട്സ്. ഓരോ ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഫൗണ്ടേഷൻ പ്രോപ്പർ ആയിരുന്നു തോന്നി. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ആ സമയത്ത്. ഞാൻ അഹങ്കാരത്തിലോട്ടുള്ള ഒരു ജേർണി ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു ഓരോ ക്യാരക്ടേഴ്സ് കിട്ടുന്നതിനും. ഐ എം ഗ്രേറ്റ്ഫുൾ ടു അത് എന്തൊക്കെ ഘടകങ്ങളാണ്, ഏതൊക്കെ ആൾക്കാരിലൂടെയാണോ അത് ഇതിലോട്ട് എത്തുന്നത്, അവരോടൊക്കെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. പയ്യെ രേഖ കഴിഞ്ഞു, അവാർഡ് കിട്ടിയപ്പോഴത്തേക്കിനും എവിടെയൊക്കെയോ ഗ്രേറ്റ്ഫുൾനെസ് ഒക്കെ അങ്ങോട്ട് മാറിയിട്ട് എൻ്റെ ടാലൻറ്റ് എന്നുള്ളത് എവിടെയോ കയറാൻ തുടങ്ങി മനുഷ്യട്ടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. ഇപ്പം നമുക്കൊരു ഡിപ്രഷൻ വരുന്നു,
ഇറ്റ്സ് ഡിപ്രഷൻ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റത്തില്ലല്ലോ. സമയം സമയം എടുത്തിട്ട് ആ ഡിപ്രഷൻ കാരണം നമുക്ക് കുറേ നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഓക്കെ ഇത് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നെന്ന് റിയലൈസ് ചെയ്ത് അത് മാറ്റാനുള്ള വഴികൾ നോക്കും. അതേപോലെ തന്നെ പല സമയത്തും ഈ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിന്നിട്ട് അത് പയ്യെ ഇറ്റ്സ് മൈ ടാലൻറ്റ് എന്നുള്ളൊരു സാധനത്തിലോട്ട് വന്ന് ടപ്പേ എന്ന് പറഞ്ഞൊരൊറ്റ വീഴ്ച വീഴും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോകുന്ന റൂട്ട് ശരിയല്ല. കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് സിനിമകളിൽ. എനിക്ക് റൈറ്റ് ചോയ്സസ് ഓൾവേസ് എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ എവിടേക്ക് എല്ലാം എന്ന് പറയുന്നില്ല, ഞാൻ റൈറ്റായി ചിന്തിച്ചിരുന്ന സമയത്ത്, എനിക്ക് അധികം അഹങ്കാരമില്ലാത്ത സമയത്ത്, ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്ന സമയത്ത് ഒക്കെ റൈറ്റ് തിങ് റൈറ്റ് ടൈമിൽ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ട്രാക്ക് മാറിയപ്പം റോങ് തിങ്സ് സംഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. ശരിയായി വരുന്ന കാര്യങ്ങളൊക്കെ എന്നിൽ നിന്നും അകന്നു പോകുന്നുണ്ട്. സിനിമ എല്ലാം ഞാൻ കുറേ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊളാക്കിയിട്ടുണ്ട്. ഞാൻ ആരും ബ്ലെയിം ചെയ്യത്തില്ല. ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഐ വോണ്ട് ടു കറക്റ്റ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഐ വോണ്ട് ടു കം ബാക്ക് എന്ന് ഞാനിപ്പം വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ്. അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ അതാ ഞാനതിൽ ചേർത്ത് പറയാൻ പോകുന്നത്. കാരണം വെച്ചാൽ വിൻസി നോക്കൂ, ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഇത്രയൊക്കെ ഗുണങ്ങൾ ആ തരത്തിലുണ്ടായി, നല്ല ക്യാരക്ടേഴ്സ് പറ്റി. എവിടെ ഒരിക്കലും ഒരു ട്രയൽ ആൻഡ് എറർ, അത് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. അപ്പം അത് വിൻസിയുടെ വേർഷനിൽ ഇതിൽ അഹങ്കാരത്തിൻ്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോഴും നമ്മൾക്ക് വിൻസി ചെയ്തു വെച്ച ഒരു സെറ്റ് ഓഫ് റോൾസും ക്യാരക്ടേഴ്സും പെർഫോമൻസും ഇവിടെ അതേപോലെ കിടക്കുകയാണ്. ഇനിയും വരാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും വിൻസി അപ്രോച്ചിൽ എനിക്ക് കുറച്ചുകൂടി വ്യത്യാസം വരുത്തണം. അല്ലെ, അതായത് ഒരു എന്താ പറയുക, മറ്റേ നമ്മൾ വിൻസി 2.0 എന്നാണ് പറയാവുന്നത്. വിൻസിയുടെ ഒരു അപ്ഡേറ്റഡ് വേർഷനുമായിട്ട് പുതിയ തരത്തിൽ അപ്രോച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇനി വരുന്ന ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആലോചിക്കണം. തൊട്ട് മുമ്പ് ചെയ്ത സിനിമയോ അല്ലെങ്കിൽ രേഖയോ ചുറ്റിപ്പറ്റിയായിരിക്കില്ല എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകേണ്ടത്. അല്ലെങ്കിൽ ഒരു സിനിമ ടോട്ടാലിറ്റി എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കാന്നൊക്കെ, അങ്ങനെ കുറേ ക്രൈറ്റീരിയയിലേക്ക് കൂടി മാറുവാണോ? ക്രൈറ്റീരിയസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഭയങ്കര വാസ്റ്റ് അല്ല ക്രൈറ്റീരിയ. ഇപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ട്. എന്ത് സെലക്ട് ചെയ്യണം, എന്ത് സെലക്ട് ചെയ്യണ്ട, മുന്നോട്ട് ഇനി എത്രത്തോളം പോകണം, എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. ക്ലാരിറ്റി ഇല്ലാതെ ഇപ്പം ഒരു കൺഫ്യൂഷൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ചില സമയത്ത് ഞാനാണോ തെറ്റ് അവരാണോ തെറ്റ് എന്നുള്ള കൺഫ്യൂഷൻ ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു സെൽഫ് ബ്ലെയിമിങ് എന്നെനിക്ക് പറയാനില്ല. ഞാൻ കുറേ അനലൈസ് ചെയ്യും, ഭയങ്കരമായിട്ട് കുറേ അനലൈസ് ചെയ്യും. എൻ്റെ തെറ്റാണെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു കൺഫെഷനായിട്ട് എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. കാരണം എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മേ ബി അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ റിലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടാവും. സക്സസിന്റെ പീക്കിലെത്തി കുറച്ചൊന്ന് ട്രാക്ക് മാറി പോകുന്ന ആളുകളുണ്ടാവും. അപ്പം അവരും ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം ഗ്രേറ്റ്ഫുൾ. വി ക്യാൻ റിലേറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ടാവില്ലായിരിക്കും, അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് എൻ്റെ ക്രൈറ്റീരിയസിലൂടെ കടക്കുമ്പോഴത്തേക്കിനും സിനിമ ഇതുവരയ്ക്കും പല ക്രൈറ്റീരിയ ആയിരുന്നു. ചില സമയത്ത് നമുക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഒരു സിനിമ ചെയ്യാം, ഓക്കെ, ഒരു ക്യാരക്ടർ ചെയ്യാം. അല്ലാത്തപ്പം എനിക്ക് ഇവിടെ എത്തിപ്പെടണം, അതിന് ഇന്ന ക്യാരക്ടർ ചെയ്താലേ വർക്ക് ആവത്തുള്ളൂ എന്നുള്ളൊരു ക്രൈറ്റീരിയ, പല ക്രൈറ്റീരിയയിലൂടെയാണ് ഒരു സിനിമ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുമ്പം എനിക്ക് ഐ വോണ്ട് ടു പെർഫോം അറ്റ് എനി കോസ്റ്റ്. എനിക്ക് പെർഫോം ചെയ്യണം. എനിക്ക് ഒരു രീതിയിലും റിഗ്രറ്റ് ചെയ്യാനോ ഗിൽറ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ എനിക്കൊരു സിനിമ ചെയ്യണം. ആൻഡ് ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പം സിനിമ ഇപ്പം മനീഷേട്ടൻ പറയുന്നില്ലേ, ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൈസ, പറഞ്ഞ പൈസ ആണ് അവർ ഓക്കെ എഗ്രി ചെയ്തത്. പിന്നെ അവരും നോ പറയുന്നത്, അതായത് എൻ്റെ തെറ്റല്ല എന്നുള്ളൊരു ബോധ്യം എനിക്ക് പയ്യെ വരുന്നുള്ളൂ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ചില സമയത്തൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് പ്രോജക്റ്റ്. ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ദ സെൻസ് പൈസയൊക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ എനിക്കൊരു ചില കൺഫ്യൂഷൻ ഉണ്ട്. ഇസ് ദാറ്റ് ഓക്കെ? എനിക്കറിയില്ല. അങ്ങനെ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ അത് കോൺട്രാക്റ്റ് ഇല്ലാതെയൊക്കെ ഞാൻ സിനിമ ചെയ്യാൻ റെഡിയാണ് എന്ന് പറയണോ? ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് അങ്ങനെ സിനിമ ചെയ്യണോ ഒന്നും എനിക്കറിയില്ല. അതോ എല്ലാ സിനിമയിലും ഞാനൊരൊറ്റ ക്രൈറ്റീരിയയിൽ ഒരു പ്രോപ്പറായിട്ട് തന്നെ ഫോളോ ചെയ്ത് ഒരു സിനിമ ചെയ്യണോ? എനിക്ക് അതിലൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പക്ഷേ എൻ്റെ മനസ്സിന് എനിക്ക് പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത്,
സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെ ഒരു സിനിമ ചെയ്യുക. ഡോണ്ട് എവർ നെവർ എവർ ഒരിക്കലും അത് അങ്ങനെ ഒരു സിനിമ പോവാണെങ്കിൽ പോട്ടെ. അതിൽ ചിലപ്പം ഇങ്ങനെ ഒരു അവരുടെ ഒരു മെന്റാലിറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട് പല നഷ്ടങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. ലൈഫ് ഈസ് ദർ. അത് ജീവിക്കാൻ പാടില്ല എന്ന് ആർക്കും എന്നോട് പറയാനോ മാറ്റി നിർത്താനോ പറ്റില്ല. ജീവിക്കും. എങ്ങനെ ഏത് നിലത്ത് കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കുന്ന എനിക്കറിയാം. സിനിമ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാലേ സിനിമ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട. അതിൽ ഐ എം വെരി ക്ലിയർ ആണ്. കുറച്ചൊരു ക്ലാരിറ്റി പോയി. വിൻസിയിലെ പെർഫോമറിനെ സാറ്റിസ്ഫൈ ചെയ്യാവുന്ന, ആക്ടറിന് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. മറ്റേ അതിന് വേണ്ടി അല്ലേ, നോട്ട് ഓൺലി ആക്ടറിന് മാത്രമല്ല, ഞാനിപ്പോൾ ഇത്രയും 5 വർഷമായി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആസ് എൻ ഹ്യൂമൻ ബീയിങ് പല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു അഹങ്കാരത്തിൻ്റെ ചോയുണ്ട് എന്നിലും. ഞാൻ ഇനീഷ്യൽ സ്റ്റേജിൽ സിനിമയിലോട്ട് കയറി വരുമ്പം അത്രയും ഹമ്പിളാണ് ഞാൻ എന്ന് സ്വയം വിചാരിച്ചിരുന്ന ആള് അറിയാതെ എവിടേക്കോ ആ ഒരു നല്ല ഗുഡ്നെസ് എവിടേക്കോ നഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തന്നത് സിനിമ ആണ്. സിനിമ മാത്രമല്ല, ചില ആളുകൾ ലൈഫിലോട്ട് വരുമ്പോൾ ഇവരിതൊക്കെ പഠിപ്പിച്ചിട്ടാണ് പോകുന്നത്. സോ ഇപ്പോൾ സിനിമയിൽ പെർഫോമർ ആയിട്ട് എൻ്റെ ആർട്ടിസ്റ്റിനെ എന്നെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നതിനേക്കാളും ഏത് ഫീൽഡും, സിനിമ ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഒരു മനുഷ്യനായിക്കോട്ടെ, ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നെ സെർവ് ചെയ്യണം. ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാൻ, ബെറ്റർ വേർഷൻ ആവാൻ സെർവ് ചെയ്യണം. ചെയ്യുന്നില്ലെങ്കിൽ ഏത് ഫീൽഡ് ആയാലും ഏതൊരു ഹ്യൂമൻ ബീയിങ് ആയാലും കട്ട് ഓഫ്. എൻഡ് ഓഫ് ദ സ്റ്റോറി. സിനിമ ആയിക്കോട്ടെ, സിനിമ എനിക്ക് നല്ലത് ഒരു ഹ്യൂമൻ ബീയിങ് തന്നെ. കുറേ കോംപ്രമൈസുകളാണ് സിനിമയിലൂടെ എനിക്ക് വേണ്ട. അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് സിനിമ വേണ്ട. ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു വ്യക്തി വന്നിട്ട്, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, ഒരു വാട്ട് എവർ, എൻ്റെ പാരൻസ് ആയിക്കോട്ടെ, ആരെങ്കിലും ലൈഫിൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ജീവിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് അവരെ വേണ്ട. കട്ട് ഓഫ്. പാരൻസ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് മൈ എവറിത്തിങ്. അപ്പോ അവരങ്ങനെയല്ല, എന്നെക്കാട്ടി ഇൻവോൾവ് ആയിട്ട്. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പം നമ്മളിപ്പം എല്ലാ സിനിമയും ഇറങ്ങുമ്പോൾ പോയിട്ട് തിയേറ്ററിൽ പോയി അപ്പൊ തന്നെ കാണാൻ ശ്രമിക്കും. അങ്ങനെ ഇപ്പൊ ഭയങ്കര ക്രേസ് അവർക്ക്. ഇപ്പം അവരുടെ ഒരു ജേണി ഭയങ്കര വലുതാണ്. ഇപ്പം സിനിമ ഇല്ലാതെ ഇരിക്കുമ്പം എന്നെക്കാ ടെൻഷൻ അവർക്കുണ്ട്. അല്ല ഫീൽഡ് ഔട്ട് ആവോ എന്നൊക്കെ ചോദിക്കും. കാരണം ഇല്ല ഫീൽഡ് ഔട്ട് ഒന്നും ആവില്ല. ഞാനത് കഴിഞ്ഞ് പത്മിനി ഷൂട്ടിൻ്റെ ഇടയിൽ അപ്പച്ചൻ എന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് പോകാൻ നേരത്ത് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ചുമ്മാ പുറത്തൊക്കെ പോയപ്പോൾ പറഞ്ഞു, ഇനി അങ്ങനത്തെ മൂവി ചെയ്യണ്ട, ഞങ്ങൾ ഓർത്തെങ്കിലും എന്ന് പറഞ്ഞു.